ശശി തരൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ പുസ്തകം ഒന്ന് തന്നപ്പോ വായിച്ചു നോക്കി. അപ്പോ എനിക്കൊരു കാര്യം പിടികിട്ടി. പുസ്തകത്തിന്റെ ഒരു പേജ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റാണ്. ഉള്ള കാര്യം പറയാലോ, നമ്മുടെ MP ഒരു വകയ്ക്കും കൊള്ളാത്ത ആളാണെങ്കിലും ചിലപ്പോഴൊക്കെ സത്യം പറയും. വായിച്ചാൽ അറിയാം ആ മാന്യ അദ്ദേഹം ആകെ ബേജാറിലാണെന്ന്. ഇതൊരു അപ്പീലല്ല, ദയാഹർജിയാണ് ഭഗവാനെ. ഈ തേങ്ങ ഉടയുന്ന കഷണങ്ങൾ ഒറ്റ സംഖ്യയാണെങ്കിൽ കുട്ടി ആണ്, ഇരട്ട സംഖ്യയാണെങ്കിൽ പെണ്ണ്. അവിടെ എണ്ണി നോക്കിട്ട് എടുക്കാൻ. എടാ ചിരട്ട കഷ്ണങ്ങൾ കിട്ടിട്ട് പോടാ, ഒന്ന് എണ്ണി നോക്കട്ടെ. അയ്യോ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ് ഒന്ന് നോക്കണേ. എയിംസ് ഹോസ്പിറ്റൽ, മെട്രോ റെയിൽ, പിന്നെ ഹൈക്കോർട്ട് ബെഞ്ച്. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. കേന്ദ്രം രാജ്യത്താകമാനം ഉന്നത മെഡിക്കൽ സൗകര്യങ്ങൾ കൊടുക്കാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊടുത്തതല്ലേ? എവിടെയാ MP? നമുക്കൊന്നില്ലേ? പിന്നെ മെട്രോ ട്രെയിൻ, അത് കൊച്ചിക്കാർ കയറിയും ഇറങ്ങിയും ഓടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായില്ലേ? നമുക്കത് കിട്ടില്ല എന്ന് പറയുമ്പോൾ MPക്ക് ഒരു ഉൾക്കിടിലമുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എന്താ MP, നമ്മുടെ മെട്രോ എപ്പോഴെങ്കിലും വരുമോ? കുറേ നാളായി ഞങ്ങൾ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ. ഒരു കാര്യമുണ്ട്, അത് പറയണോ വേണ്ടോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ അടിച്ചു പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഞാനിവിടെ പറയാം. ആരും ചിരിക്കരുത് കേട്ടോ. ഹൈക്കോടതി ബെഞ്ച്, അതിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി സാർ? വല്ലതും നടക്കുമോ? പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകണം. അല്ലാതെ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ശല്യപ്പെടുത്തുന്നത്? ബെഞ്ചൊക്കെ ഇല്ലെങ്കിൽ വേണ്ട, ജനം സ്വന്തം വിധി പറയും വരുന്ന ഏപ്രിൽ 26-ന്. അപ്പൊ കണ്ടോ, ജാമ്യം ഇല്ലാത്ത വിധി. MPയെ തൂക്കി പുറത്തെറിയാൻ. തടയാൻ പറ്റില്ല കേട്ടോ ജനത്തിന്റെ വിധിയെ. ദാ വരുന്നു, ഇന്നാ പിടിച്ചോ.